Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ബ്രെഡ് ഉപ്മാവാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് ഉപ്മാവ്. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ. സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയിട്ട് ബ്രെഡ് ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രെഡ് ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പരന്ന പാൻ വെച്ചു. ഏതെങ്കിലും ഒരു പാൻ, പരന്ന പാൻ തന്നെ വേണമെന്നില്ല, പക്ഷെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി. അപ്പം ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലൊരു ഫ്ലേവർ തരും. കറിവേപ്പില, ഞാനൊരു ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുമാതിരി ഒരു 3 പച്ചമുളക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ സവാള ഒന്ന്, അതേമാതിരി പച്ചമുളകൊന്ന് മൊരിഞ്ഞും വരട്ടെ. ഓക്കെ, അപ്പോൾ ബ്രെഡ് ഉപ്മാവിന് ഞാൻ അവിടെ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പീസിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒന്നല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് തക്കാളി എടുക്കാം. എൻ്റെ ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ക്വിക്ക് റെസിപ്പിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് വിശക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ടിഫിൻ ബോക്സിലും കൊടുത്തു വിടാം. ഞാനിപ്പോൾ സാധാരണ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പാക്കാം, കുറച്ചുകൂടെ ഹെൽത്തി ആവും. ഇപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവട്ടെ, നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു 2 മിനിറ്റ്. ഇപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ തീ കുറച്ചു. ഞാൻ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുമാതിരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ. മുളക് പൊടിയാണ് 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഉപ്പ്, നിർബന്ധമില്ല, നമ്മൾ ബ്രെഡിലും നമ്മൾ ഇടുന്നുണ്ട്. chia സവാളയും തക്കാളിക്കും വേണ്ടി മാത്രമാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ പച്ചപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട്, പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം വീണ്ടും കൂട്ടി വെച്ചിട്ട് എല്ലാം ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഇനിയും നിറയെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. അപ്പോൾ വെള്ളം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നന്നായി കുറുകി വന്നു കേട്ടോ. ഇനി ഞാനിതിലേക്ക് ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം നന്നായിട്ടൊന്ന് ടോസ് ചെയ്ത് എടുക്കുകയാണ്. എന്നാലേ ആ മസാല നന്നായിട്ട് അതിലേക്ക് പിടിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇനി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യോ വെണ്ണയോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പാക്കി എടുക്കാം. എനിക്ക് കുറച്ച് സോഫ്റ്റായിട്ടാണ് ഇഷ്ടം, അവിടെ ഞാനിങ്ങനെ സെർവ് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് ഫൈനലി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. തീ ഓഫ് ചെയ്തു. ഞാനിത് സെർവ് ചെയ്യാൻ പോവാണ് കേട്ടോ. കഴിഞ്ഞു, നമ്മുടെ ഉപ്മാവ് റെഡിയായി. ഭയങ്കര ഈസി അല്ലേ? ഞാൻ ഈ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ,
അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ബ്രെഡ് ഉപ്മാവ് സെർവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.